ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആരും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അച്ഛനിടയ്ക്ക് ചെറിയ നെഞ്ചുവേദന വരാറുണ്ട്. അപ്പോൾ അതേപോലെ നെഞ്ചുവേദന വീണ്ടും വന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെ ECG ഇതൊക്കെ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും പോയിട്ട്, അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ അച്ഛനെ ഡോക്ടറെ കാണിക്കേണ്ട ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മകൻ വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പാലത്താണ് കാണിക്കാറ്. പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടക്കോളം പറഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. പിന്നെ അച്ഛൻ നല്ല മനോധൈര്യമുള്ള കാരണം അച്ഛന് അങ്ങനെ പെട്ടെന്നൊന്നും ഇതാവില്ല. പക്ഷേ ഇടയ്ക്കൊരു കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ അച്ഛന് പെട്ടെന്ന് കരച്ചിൽ വരും. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ആദ്യം അഡ്മിറ്റ് ആക്കാനൊക്കെ പറഞ്ഞു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെ ECG ഒക്കെ എടുത്തപ്പോൾ അങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നും കാണാനില്ല, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 ആടൊക്കെ ഉള്ളത് കാരണേ അച്ഛന് അവിടെ കിടക്കാനും പറ്റണില്ല. അപ്പോൾ നമ്മളെ കാരണം എന്തായാലും പെട്ടെന്ന് തന്നെ ഇതാവും. അപ്പോൾ ആടിനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോഴേക്കും ഒരു ഫോൺ കോൾ വന്നു. ആടിനെ നായ കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ചെവിയൊക്കെ കടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കോൾ വന്നു. എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് പോരാൻ പറ്റുമ്പോഴേക്കും അവിടെ ആടിൻ്റെ ഒരു ഇത് കാണാൻ പറ്റി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമമാകും, കാരണം അത്രയും ചോരയിൽ ഇതായിട്ടുണ്ടായിരുന്നു. ചെവി മാത്രമാണ് കടിച്ചെടുത്തത്, ഒരു ചെവി പകുതി കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ നമ്മുടെ ചാനലിൽ. മെഡിക്കൽ കോളേജിൽ അച്ഛൻ എന്തായാലും ആവി പിടിക്കും, നെഞ്ചുവേദനയാണ് ശരിക്കും ഉണ്ടായത്. പിന്നെ ഞങ്ങൾ ആവി പിടിക്കുകയും ചെയ്തു. അങ്ങനെ മരുന്നൊക്കെ തന്നു. അവിടെ നിന്ന് മരുന്നുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചി അച്ഛന് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇവിടെ കാണിച്ചിട്ട് സമയം 2:30 3 മണിയൊക്കെ ആയിട്ടുണ്ട്. വൈകുന്നേരമായി. അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ പകുതി എത്തിയപ്പോൾ നല്ല മഴ. ആദ്യമായിട്ടാണ് കുറേ ഈ മഴയൊക്കെ വന്നിട്ട്. അപ്പോൾ പോണ വഴിക്ക് തന്നെ നല്ല മഴ വന്നിട്ടോ. എന്തായാലും കുറേ ഇല്ലേ, നല്ല വെയിലൊക്കെ തെറിച്ചിട്ട് മഴ പെയ്യണത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. പക്ഷെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ദുഃഖം കൂടി വന്നു. കാരണം ആടിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ആടിനെ കാണുമ്പോൾ ഒരു വിഷമമെന്ന് മാത്രം. കാരണം ഇന്ന് നമ്മൾ കാണുന്ന ആടിനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമല്ലേ. പിന്നെ പോണ വഴിക്ക് കൊള്ളിയൊക്കെ വാങ്ങി. 3 കിലോ കൊള്ളി 100 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിൽ പോയി. ആടിനെ ഞാൻ കാണിക്കില്ല കേട്ടോ, കാരണം വീട്ടിൽ ചെന്നപ്പോൾ ആടിൻ്റെ ഇതൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞു. ആടിനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അതൊന്നും കാണിക്കണില്ല, കാരണം ഇവിടെ വിഷമമുള്ള കാര്യങ്ങളും ഒക്കെ യൂട്യൂബ് ചാനലിൽ കാണിക്കാൻ എനിക്ക് അധികം ഇഷ്ടമല്ല. എന്നാലും അതൊരു വിഷമം പോലെയല്ലേ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല. ആടിൻ്റെ ചെവിയൊക്കെ കടിച്ചെടുത്തിട്ടുള്ള ഒരു ചെവി ഇല്ല. അപ്പോൾ അത് ബ്ലഡിൽ കുളിച്ച് നിൽക്കണതും പിന്നെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നതും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തുള്ളതാണ്. വൈകുന്നേരം ഞാൻ ചെന്നിട്ട് കൊള്ളിയൊക്കെ വെച്ചു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. ഞാനും വിജയേട്ടൻ അടുക്കളയിലാണ്. വിജയേട്ടൻ ചോറുണ്ണാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം. അത് ഞാൻ പറയണത് കേട്ടോ. എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എന്നാലാണ് നമുക്കൊരു വീഡിയോയ്ക്ക്